എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിവസത്തിനു ശേഷം നാലാം ദിവസവും ഇന്ത്യൻ ബാറ്റിംഗ് കരുത്താണ് ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ നിറഞ്ഞുനിന്നത്. ശക്തമായ പ്രകടനങ്ങളിലൂടെ KL രാഹുലും ഋഷഭ് പന്തും സെഞ്ചുറികൾ നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തു പകർന്നു. മൂന്നാം ദിനം ആരംഭിച്ചത് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗോടെയായിരുന്നു. ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ പ്രകടനത്തിൽ ഇംഗ്ലണ്ടിനെ 465 റൺസിന് ഓൾ ഔട്ടാക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഓപ്പണർമാരായ ഓലി പോപ്പ് 106, ഹാരി ബ്രൂക്ക് 99 എന്നിവരുടെ പ്രകടനങ്ങൾ ഇംഗ്ലണ്ടിന് തുണയായി. ബ്രൂക്ക് 99 പുറത്തായത് ഇംഗ്ലണ്ടിന് തിരിച്ചടിയായി. ഇതോടെ ഇന്ത്യയ്ക്ക് 6 റൺസിന്റെ നേരിയ ലീഡ് ലഭിച്ചു. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ചപ്പോൾ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. യശസ്വി ജയ്സ്വാൾ പെട്ടെന്ന് പുറത്തായി. എന്നാൽ KL രാഹുലും യുവതാരം സായ് സുദർശനും ചേർന്ന് 66 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി ടീമിനെ കരകയറ്റി. സുദർശൻ 30 റൺസ് നേടി പുറത്തായെങ്കിലും KL രാഹുൽ മികച്ച ഫോമിൽ തുടർന്നു. മഴ മൂലം മൂന്നാം ദിനം നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 90-2 എന്ന നിലയിൽ 96 റൺസിന്റെ ലീഡുമായി മികച്ച നിലയിലായിരുന്നു. രാഹുലിനൊപ്പം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ക്രീസിലുണ്ടായിരുന്നു. മഴ മാറി നിന്ന നാലാം ദിനം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് അനുകൂലമായിരുന്നു. രാവിലെ ശുഭ്മാൻ ഗിൽ വേഗത്തിൽ പുറത്തായെങ്കിലും പിന്നീട് ക്രീസിൽ ഒന്നിച്ച KL രാഹുലും ഋഷഭ് പന്തും ചേർന്ന് ഇംഗ്ലീഷ് ബൌളർമാരെ കടന്നാക്രമിച്ച് ഇന്ത്യയ്ക്ക് കൂറ്റൻ ലീഡ് സമ്മാനിച്ചു. മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 195 റൺസിന്റെ ചരിത്രപരമായ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. നേരത്തെ പ്രതിരോധത്തിലായിരുന്ന ഇന്ത്യയെ രാഹുൽ തന്റെ സംയമനവും ക്ലാസ് പ്രകടനവും കൊണ്ട് മുന്നോട്ട് നയിച്ചു. 247 പന്തിൽ നിന്ന് 137 റൺസ് നേടിയ രാഹുൽ തന്റെ ടെസ്റ്റ് കരിയറിലെ 9ാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കി. ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 1000 റൺസ് പിന്നിട്ട രാഹുൽ ഇംഗ്ലണ്ടിനെതിരെ തന്റെ 4ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയും സ്വന്തമാക്കി. ലീഡ്സിലെ ഈ സെഞ്ചുറിയിലൂടെ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന ഇന്ത്യൻ ഓപ്പണർ എന്ന നേട്ടത്തിൽ രാഹുൽ സുനിൽ ഗവാസ്കറിനെയും രാഹുൽ ദ്രാവിഡിനെയും മറികടന്നു. മറുവശത്ത് വെടിക്കെട്ട് ബാറ്റിംഗിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഋഷഭ് പന്ത്. ഈ ടെസ്റ്റിൽ തന്റെ 2ാം സെഞ്ചുറിയും നേടിയ പന്ത് ചരിത്രത്തിൽ ഇടം നേടി. ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് പന്ത് സ്വന്തമാക്കി. 140 പന്തിൽ നിന്ന് 13 ഫോറുകളും 2 സിക്സറുകളും സഹിതം 118 റൺസ് നേടിയ പന്ത് ലഞ്ച് ബ്രേക്കിന് ശേഷം ആക്രമിച്ച് കളിക്കാൻ തുടങ്ങി. ഷോയിബ് ബഷീറിനെതിരെ തുടർച്ചയായി 2 സിക്സറുകൾ പറത്തി പന്ത് ഇംഗ്ലീഷ് ബൌളിംഗിന്റെ താളം തെറ്റിച്ചു. സിംബാബ്വേയുടെ ആൻഡി ഫ്ലവറിന് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന 2ാമത്തെ വിക്കറ്റ് കീപ്പർ മാത്രമാണ് പന്ത്. രാഹുലും പന്തും പുറത്തായതിനു ശേഷം ഇന്ത്യൻ ബാലറ്റിന് കാര്യമായ റൺസ് കണ്ടെത്താനായില്ല. ജോ സ്റ്റോങ്ങിന്റെയും ഷോയിബ് ബഷീറിന്റെയും കൃത്യതയാർന്ന ബൌളിംഗിൽ ഇന്ത്യയ്ക്ക് വിക്കറ്റുകൾ നഷ്ടമായി. ജോ സ്റ്റോങ് ഒരേ ഓവറിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ ഞെട്ടിച്ചു. ഷാർദുൽ താക്കൂർ 4, മുഹമ്മദ് സിറാജ് 0, ജസ്പ്രീത് ബുംറ 0 എന്നിവരെല്ലാം ടോങ്ങിന്റെ ഇരകളായി. ഒടുവിൽ ഇന്ത്യ 364 റൺസിന് ഓൾ ഔട്ടായി. ഇംഗ്ലണ്ടിന് മുന്നിൽ 371 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യ വെച്ചത്. മുന്നോട്ടു പോകുന്ന മത്സരത്തിൽ രാഹുലിന്റെയും പന്തിന്റെയും പ്രകടനങ്ങൾ ഇന്ത്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. തുടർന്ന് 4ാം ദിനം തന്നെ ഇംഗ്ലണ്ട് തങ്ങളുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബൌളർമാർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ. ഈ മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് പ്രകടനം നിർണായകമാകും. അപ്പോൾ ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിനെ തകർത്ത് 1ാം ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.